ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം നോക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കംപ്ലീറ്റ് ദി ക്വസ്റ്റ്യൻ ചൂസിംഗ് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഐ ആം സ്മാർട്ട് ഡാഷ്. ഐ ആം സ്മാർട്ട് അല്ലെ? ആൻസർ എന്താ വരുന്നത്? ആറിഞ്ച് ഐ ആണ് വരിക. കാരണം ആമിഞ്ച് ഐ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല അല്ലെ? അപ്പൊ ഈ ഒരു ഭാഗം പോസിറ്റീവ്, ഈ ഒരു ഭാഗം നെഗറ്റീവ്, അതുകൊണ്ട് തന്നെ ആൻസർ ആറിഞ്ച് ഐ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ചേഞ്ച് ടു ഇൻഡയറക്ട് സ്പീച്ച്. ദ സിഇഒ ആസ്ക്ഡ് രമേശ്, ഹാവ് യു ഫിനിഷ്ഡ് ദി പ്രോജക്ട്. ഇതിന് നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കണം. ഓക്കെ, അപ്പൊ ഹാവ് ഫിനിഷ്ഡ് ഉണ്ടെങ്കിൽ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുന്നത്? എന്തായാലും ഹാഡ് ഫിനിഷ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഹാഡ് ഫിനിഷ്ഡ് ഉള്ള ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ ബിയിലും ഹാഡ് ഫിനിഷ്ഡ് ഉണ്ട്, ഓപ്ഷൻ സിയിലും ഉണ്ട്. ഇതിൽ ഏതാ കറക്റ്റ്? നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ദ സിഇഒ ആസ്ക്ഡ് രമേശ് വെദർ ഹി ഹാഡ് ഫിനിഷ്ഡ് ദി പ്രോജക്ട്. ഈ സിഇഒ ആസ്ക്ഡ് രമേശ് ദാറ്റിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചേഞ്ച് ടു പാസീവ് വോയിസ്. തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ് കന്യാകുമാരി എവ്രി ഇയർ. ഓക്കെ, ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുന്ന സമയത്ത് ടെൻസ് മാറില്ല. എപ്പോഴും പറഞ്ഞിരുന്ന കാര്യമാണ്. വിസിറ്റ് ഉണ്ടെങ്കിൽ പ്രസന്റ് ആണെങ്കിൽ പ്രസന്റ് ആയിട്ടുള്ള തന്നെ നമ്മുടെ ഓപ്ഷൻ വരും അല്ലെ? അപ്പൊ കന്യാകുമാരി ഇസ് വിസിറ്റഡ് ബൈ തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് എവ്രി ഇയർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, വി ഹാവ് ടു ഡാഷ് ദി മീറ്റിംഗ് ആസ് ദർ ഇസ് നോ പവർ സപ്ലൈ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വരികയാണ് അല്ലെ? അപ്പൊ പോസ്റ്റ്പോൺ എന്ന് പറയുമ്പോൾ ആൻസർ എന്താ വരുന്നത്? പുട്ട് ഓഫ്. ഇതെല്ലാം ഞാൻ കോഡ് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. പുട്ട് ഓഫ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യാം. അടുത്ത ചോദ്യം, ദ പ്രൊജക്ട് റിപ്പോർട്ട് റിക്വയർസ് എ ക്ലിയർ ഐഡിയ. റീപ്ലേസ് ദ വേർഡ് അണ്ടർലൈൻ വിത്ത് എ സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദി ഓപ്ഷൻസ്. ക്ലിയർ ഐഡിയ. പ്രൊജക്ട് റിപ്പോർട്ട് റിക്വയർസ് എ ക്ലാരിഫിക്കേഷൻ അല്ലെ? ക്ലാരിഫിക്കേഷൻ, ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ ക്ലാരിഫിക്കേഷൻ ആണ്. അടുത്ത നോക്കാം. ഐ തിങ്ക് ഷീസ് എ സ്നേക്ക് ഇൻ ദി ഗ്രാസ്. പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഐ തിങ്ക് ഷീസ് എ സ്നേക്ക് ഇൻ ദി ഗ്രാസ്. അപ്പൊ ഇവിടെ സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിഡൻ എനിമി അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ഐ തിങ്ക് ഷീസ് നോട്ട് ട്രസ്റ്റ് വർത്തി. ഓക്കെ, ഐ തിങ്ക് ഷീസ് നോട്ട് ട്രസ്റ്റ് വർത്തി. വിശ്വസിക്കാൻ പറ്റാത്ത ഒരാള് എന്നുള്ളൊരു മീനിങ് ആണ്. അടുത്തത്, ദ എക്സ്പാൻഷൻ ഓഫ് ക്യു ആർ കോഡ്സ്. ക്യു ആർ കോഡിന്റെ എക്സ്പാൻഷൻ എന്താ വരുന്നത്? ക്വിക്ക് റെസ്പോൺസ് കോഡ് ആണ് കേട്ടോ. ക്വിക്ക് റെസ്പോൺസ് കോഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ദ ലാസ്റ്റ് 2 years ഹാവ് സീൻ എ ഡാഷ് ഓഫ് ഇറ്ററീസ് ഇൻ അവർ സ്ട്രീറ്റ്. ആൻസർ വരുന്നത് പ്രൊലിഫറേഷൻ ആണ്. പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർധനവാണ് കേട്ടോ. ലാസ്റ്റ് 2 years കൊണ്ട് ഒരുപാട് ഈ സ്ട്രീറ്റിൽ കഴിക്കുന്ന ആൾക്കാരുടെ ഒരു വർധനവ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു മീനിങ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രൊപ്പൽഷൻ എന്നൊക്കെ നമുക്കറിയാലോ. റോക്കറ്റ് പ്രൊപ്പൽഷൻ, മുന്നോട്ട് പോവുക അല്ലെ? പ്രൊജക്ഷൻ അറിയാം, പ്രൊഡക്ഷൻ ഒക്കെ അറിയാം. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആൻസറിലേക്ക് എത്താം. പ്രൊലിഫറേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, he went to ചെന്നൈ ഡാഷ് ട്രെയിൻ. എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിന് മുമ്പിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബൈ ആണ്. അപ്പൊ ആർട്ടിക്കിൾ വരുന്ന കേസ് വരുമ്പോൾ മാത്രമേ നമ്മൾ ഓൺ അല്ലെങ്കിൽ ഇന്നൊക്കെ യൂസ് ചെയ്യുള്ളൂ എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ 69th ആൻസർ വരുന്നത് ബൈ ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫറെന്റ് പീപ്പിൾ ഡാഷ് ഡിഫറെന്റ് ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ്. ആൻസർ വരുന്നത് ഹാവ് ആണ്. ഡിഫറെന്റ് പീപ്പിൾ ഹാവ് ഡിഫറെന്റ് ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ പീപ്പിൾ എന്ന് കണ്ടിട്ട് നമ്മൾ സിംഗുലർ കൺസെപ്റ്റിലേക്ക് അല്ല. കാരണം എന്താ? അവർക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രീംസും ആസ്പിറേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലൂറൽ വെർബ് വേണം വരാൻ. ആൻസർ ഹാവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.